വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഒത്തിരി രുചിയുള്ളൊരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും, പച്ചടി ഉണ്ടാക്കും ഒക്കെ ചെയ്യും. എന്നാലും നമുക്ക് ഈ ബീട്രൂട്ടും പരിപ്പും തക്കാളിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിഡിലൻ, ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്കിതിന് ആവശ്യമുള്ളത് സവോള, ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ പച്ചമുളക്, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ബീട്രൂട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഇതുപോലെ ചിരകി വെക്കാം, അതല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് അടിച്ചെടുക്കാം മിക്സിയിൽ. എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അതേപോലെ പരിപ്പ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിനകത്താണ് ഇത് ചെയ്യുന്നത്, പരിപ്പ് വേവണമല്ലോ, അതുകൊണ്ടാണ്. ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടായിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കുറച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് വഴറ്റാനാണേ. ലാസ്റ്റ് നമുക്ക് കടുക് വറുത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിക്കാം. സവോളയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് വഴറ്റാം. ആദ്യം ഇതിലേക്ക് നമ്മൾ സവോള ഇടുക, പിന്നെ പച്ചമുളക്. ഇതാദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഇടാം. ബീട്രൂട്ടേ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് ചെറിയൊരു പച്ചമണം കാണും അതിനെ. അപ്പോൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ്. ബീട്രൂട്ടും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ബാക്കി സാധനം ചേർക്കാവേ. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് പരിപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടി വേറെ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറട്ടെ, മണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. പരിപ്പൊന്ന് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി അടച്ചു വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടയ്ക്കാം. അടച്ച് ഒരു 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം കേട്ടോ. 2 വിസിലായിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, അധികം ചാറൊന്നും ഇല്ലാതെ. ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ഇനി കൂടുതൽ ചാറ് വേണം എന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. നമുക്കിതിനകത്തേക്ക് ഇനിയിപ്പോൾ കടുക് വറുത്ത് ഒഴിക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇടാം. എണ്ണ ഒഴിക്കുന്നു. കടുക്, ഇത്തിരി കായവും കൂടി ഇടുന്നുണ്ടേ. നമ്മളിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരിത്തിരി മല്ലിയിലയും കൂടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് സ്പെഷ്യൽ കറിയാണിത്. ചപ്പാത്തിക്ക്, ചോറിന്, പൂരിക്ക് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടെയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒരു ടേസ്റ്റിന് ഗരം മസാലയും കൂടി ഇട്ടാലും നല്ലതാണ്, അല്ലാതെ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പീസായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.